ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് പാർലമെന്റിൽ എത്തിയേക്കും. FCRA ഭേദഗതി ബില്ല് വരികയാണെങ്കിൽ അമിത് ഷാ സഭയിലെത്തുമെന്നാണ് സൂചന. അതേസമയം വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ച് അമിത് ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്ന നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കുന്നതിൽ ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. അതേസമയം പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നും പ്രക്ഷുബ്ധമാക്കും. ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി നന്ദനയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നന്ദന, അമിത് ഷാ ഇന്ന് എത്താൻ സാധ്യതയുണ്ടോ? ഇനി എത്തിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാവാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? പാർലമെന്റ് സമ്മേളനം ഈ ആഴ്ച അവസാനിക്കാനിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് സഭയിലെത്തി CJP സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന പോലീസ് നടപടികളിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഈ ഒരു മറുപടി അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. പോസ്റ്റർ ഉയർത്തിയും ബാനറുകൾ ഉയർത്തിയും ബഹളം വെച്ചുമൊക്കെ അവർ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രതിഷേധത്തോടൊപ്പം FCRA ഭേദഗതി ബില്ല് സഭയിൽ ഇന്ന് എത്തുകയാണെങ്കിൽ അദ്ദേഹം ഇന്ന് സഭയിൽ എത്താനും അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലെ ഈ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഒരു മറുപടി അല്ലെങ്കിൽ വിശദീകരണം തരാനുമുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിലെത്തി വ്യക്തത വരുത്തണമെന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പ്രതിപക്ഷവും തയ്യാറാവാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമിത് ഷാ സഭയിലെത്തി മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും ഇവിടെ നിൽക്കില്ല എന്നുള്ള ഒരു താക്കീത് കഴിഞ്ഞ ദിവസം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നൽകിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതേസമയം FCRA ബില്ലിലെ പ്രധാന വ്യവസ്ഥ വിദേശ സംഭാവന സ്വീകരിക്കുന്ന NGO-കൾ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ എന്നിവ ലൈസൻസ് റദ്ദാക്കുകയോ അവയുടെ ആസ്തികളും ഫണ്ടും കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ ചുമതലപ്പെടുത്തുമെന്നുള്ളതാണ്. ഈ ഒരു FCRA ബില്ലിൽ ആശങ്ക അറിയിച്ച് ഒരുപാട് ന്യൂനപക്ഷ സംഘടനകൾ രംഗത്തെത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. FCRA ഭേദഗതി ബിൽ 12-ന് കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം മന്ത്രിയെ സന്ദർശിച്ച മിസോറാം മുഖ്യമന്ത്രി ലാലു ദുഹോമ പറഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ മുൻകാല പ്രാബല്യം ഒഴിവാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല നിലപാടിലാണ് ബില്ലിൽ ആശങ്ക അറിയിച്ച് മന്ത്രിയെ കണ്ട ന്യൂനപക്ഷ സംഘടനകളുടെ സംയുക്ത ഫോറം. ഇതിൽ എന്ത് നിലപാട് പാർലമെന്റിൽ ഇന്ന് സ്വീകരിക്കും, ആഭ്യന്തരമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഈ FCRA ബില്ല് ഇന്ന് സഭയുടെ പരിഗണനയിൽ വരികയാണ് എങ്കിൽ അമിത് ഷാ സഭയിൽ എത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ ഈ പറഞ്ഞ പോലെ CJP സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ എന്ത് വിശദീകരണം അമിത് ഷാ തരുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അതിൽ പ്രതികരിക്കുമോ എന്നുള്ളതും ഒരു ഉറ്റുനോക്കേണ്ട വിഷയം തന്നെയാണ്. അതേസമയം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള നിർണായക ബില്ലും ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. വികസനവും ക്രമീകരണവും ഭേദഗതി ബിൽ, ട്രിബ്യൂണലുകളുടെ പരിഷ്കരണം സംബന്ധിച്ച ബിൽ, ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ എന്നിവയാണ് ഇന്ന് സഭയിൽ പരിഗണനയിൽ ഇരിക്കുന്ന മറ്റു ബില്ലുകൾ. ഓഗസ്റ്റ് 12 വരെ എല്ലാ MP-മാരും സഭയിൽ നിർബന്ധമായും ഹാജരാവണമെന്നാണ് കോൺഗ്രസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പട്ടികയിലുള്ള 4 ബില്ലുകളിൽ കേരളത്തിന്റെ പേരുമാറ്റൽ ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ബില്ലും അവതരിപ്പിക്കേണ്ടത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആണ്. ഇതിനു വേണ്ടിയെങ്കിലും അദ്ദേഹം സഭയിൽ നിന്ന് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതോ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ സഹമന്ത്രിമാർ ആരെങ്കിലും ആ ബില്ലുകൾ അവതരിപ്പിക്കുമോ എന്നതും നമ്മൾ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഇന്ന് സഭ ഉറ്റുനോക്കുന്നത് അമിത് ഷാ വരുമോ ഇല്ലയോ, അതോ ഈ കാര്യങ്ങളിൽ മറുപടി പറയുമോ, ഒരു വിശദീകരണം പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ നൽകുമോ എന്നൊക്കെ ഉള്ളതാണ്. കുറച്ച് സമയത്തിനകം തന്നെ നമുക്ക് സഭ തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അമിത് ഷാ പാർലമെന്റിൽ എത്തുമോ, വിശദീകരണം നൽകുമോ എന്നതൊക്കെ. അല്ല എന്നുണ്ടെങ്കിൽ സഭ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതെ, എത്തുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. നന്ദനയാണ് നമുക്ക് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.